Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഞാൻ നമ്മുടെ വാഴ 2 കണ്ടിട്ട് നല്ലോണം കരഞ്ഞായിരുന്നു. ഇവളിപ്പോ കരയെന്ന് പറഞ്ഞിട്ട് എനിക്കാണ് കരച്ചിൽ നിർത്താൻ പറ്റും. ചെവിയുടെ അവിടെ വന്ന് നിന്നിട്ട് മറ്റേ സൗണ്ട് ഉണ്ടാക്കും. ഇന്ന ദിവസം 11:30 ഒരു ടഫ് കോൺവെർസേഷൻ വിത്ത് യുവർ സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവൾ അത് ചെയ്തിരിക്കും. അല്ലാതെ ലാസ്റ്റ് മൊമെന്റിൽ അതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യത്തില്ല. ഭയങ്കര വിൽ പവറാ എല്ലാ കാര്യത്തിലും. എന്റെ ഇടയ്ക്കൊന്ന് നമുക്ക് ആരാധിക ഒന്നുകൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യണം. ഞാൻ റുട്ടീൻ പേഴ്സണാ. പിന്നെ നല്ല വൃത്തിയായിട്ട് വെക്കുള്ളൂ വീട്. അപ്പൊ എനിക്കും ലേസി ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര കുറ്റബോധം വെക്കും. ഇന്നിങ്ങനെ നടന്നു, അന്നങ്ങനെ നടന്നു, അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ പറ്റി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ നടന്നാലെന്തോ, ഞാൻ ഈ ദിവസം ടാക്കിൾ ചെയ്തില്ലേ, സോ യു ആർ സോ ഗുഡ്. ഇതാണ് എന്റെ ജേർണൽ. ഇങ്ങനല്ല ജേർണൽ ചെയ്യേണ്ടത്. If you want to start an affair, speak about that, discuss and then go out. അത്രേ ഉള്ളൂ. ഇതിനകത്ത് നിന്നിട്ടുള്ള ഒരു പരിപാടി. എനിക്ക് എന്റെ റുട്ടീനിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അത് ഞാൻ വിട്ടുപോ. എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടിയത് എന്ന് വെച്ചാൽ വൈ ആം ഐ ഡൂയിങ് തിങ്സ്, ഇങ്ങനെ ഞാൻ എന്താ ഇങ്ങനെ എന്നുള്ളത് എനിക്കൊരു വലിയ ചോദ്യമായിരുന്നു. എനിക്ക് എൻ്റെ ഭയങ്കര ഒരു മെയിൻ സംഭവമാണ് ടു ബി കൈൻഡ് ഫോർ നോ റീസൺ. അപ്പം ഞാൻ ഇവളിൽ കണ്ട ഒരു സംഭവം അതാ പലപ്പോഴും. And Aditya, for you, the stigma associated with marrying a person who's already been married before, ആ ഒരു സ്റ്റിഗ്മ എവിടെയെങ്കിലും പ്ലേ ചെയ്തിരുന്നു in your family and your people? Because we need to address this. അത് ഒബ്വിയസ്ലി ജനറേഷൻ ഗ്യാപ്പ് എന്തായാലും ഉണ്ടാകും. പലരും പല രീതിയിലായിരിക്കും. അപ്പം ഞാനതൊന്നും ഓർത്തിട്ടേ ഇല്ല. ഞാൻ എൻ്റെ കാര്യമേ എപ്പോഴും നോക്കിയിട്ടുള്ളൂ. ആ ഒരു ഡിവോഴ്സ് എന്നുള്ളത്. ഇപ്പം ഞാൻ അതിനകത്ത് നോക്കിയപ്പം വിൽ ഐ ഡേറ്റ് സമൺ ഹു ഹാസ് ഓൾറെഡി ഡേറ്റഡ് സമൺ? യെസ്, ഒബ്വിയസ്ലി. അതുപോലെ തന്നെ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ജസ്റ്റ് ദാറ്റ് ദർ ഈസ് എ ലീഗൽ ഫോർമാലിറ്റി ഓർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ബൈൻഡിങ് ടു ദാറ്റ് ഒരു യൂണിയൻ. അതുകൊണ്ട് ഞാനിപ്പം അതിനെ അത്രേ തന്നെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇവളെ കണ്ടു തുടങ്ങിയ സമയത്ത് ഷീ ഈസ് ലൈക്ക് എ വെരി സോർട്ടഡ് ഹ്യൂമൻ ബീങ്. ഷീ ഹാസ് ഗോൺ ത്രൂ എവറിത്തിങ് ഓൺ ഹെർ ഓൺ ആൻഡ് ഷീ ഹാസ് കെയിം ഔട്ട് ടു ബി സംതിങ് സ്ട്രോങ്ങർ. എനിക്ക് ഈ സ്ട്രോങ്ങർ വിമൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ലൈക്ക് ഐ അഡോർ ദം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ നിന്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ആരാധികയെ പാട്ട് വന്നപ്പോൾ കരഞ്ഞതിന് കാരണം ഞാൻ ശരിക്കും ഇവളുടെ ആരാധകനാണ് ആദ്യം തൊട്ടേ. ഞാൻ കുറച്ചുനാൾ മുന്നേ അത് റിയലൈസ് ചെയ്ത. അപ്പം ഞാനത് ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാനത് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ ഐ ഹവ് ഓൾവേസ് ബീൻ ഇതിനാ കരയുന്നത്. ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. സിനിമ തിയേറ്ററിൽ വെച്ചിട്ട് തട്ടി എന്നെ കരയിക്കുന്നു. അവള് ഇമോഷണൽ ആവുമ്പോൾ ഞാൻ സൈഡിൽ പോയിട്ട് എന്നൊക്കെ അവള് കരയും. കരയാൻ പോണത് ഇദ്ദേഹമാണ്. ഞാൻ കരയത്തില്ല. ഞാൻ ഈ കേസ് പറയാം. അതായത് കരയരുത്. ഇല്ല, ഞാൻ സെൻസിറ്റീവ് ആണ്. നല്ല കരഞ്ഞാലും ഞാൻ ഇമോഷണലാണ്. ആരാ പറഞ്ഞ ബോയ്സ് കരയാൻ പാടില്ല? ഞാൻ നമ്മുടെ വാഴ 2 കണ്ടിട്ട് നല്ലോണം കരഞ്ഞായിരുന്നു. ഇവളിപ്പോ കരയെന്ന് പറഞ്ഞിട്ട് എനിക്കാണ് കരച്ചിൽ നിർത്താൻ പറ്റും. ചെവിയുടെ അവിടെ വന്ന് നിന്നിട്ട് മറ്റേ സൗണ്ട് ഉണ്ടാക്കും. ഞാൻ എല്ലാ സിനിമ ഉണ്ടായാലും കരയും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കരയും. അപ്പൊ ഇത് ഉണ്ടായിക്കൊണ്ടിരുന്നാലും ഞാൻ നോക്കുമ്പോ കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോ ഇങ്ങനെ ഒഴുകുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അനിയത്തിനെ ഫോൺ വിളിച്ചിട്ട് വീണ്ടും ഒഴുകുക. കാരണം ഇത് ഇനി എങ്ങനെ ഇറങ്ങിപ്പോകും തിയേറ്ററിൽ. ആരാധികയുടെ കാര്യം പറ. അതാ ഞാനപ്പോ ഓർക്കുന്ന അതാണ്. ഞാൻ ഇവളുടെ ഒരു വലിയ ആരാധകനാണ് ആദ്യം തൊട്ടേ. ആൻഡ് ഐ എം ഇവൾ ആ ഒരു ജേർണി കൂടെ കയറി വന്നത് തന്നെ എഫേർട്ട് ഇട്ടിട്ടാ. എല്ലാം തന്നെ ചെയ്യും. ഇന്ന ദിവസം 11:30 ഒരു ടഫ് കോൺവെർസേഷൻ വിത്ത് യുവർ സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവൾ അത് ചെയ്തിരിക്കും. അല്ലാതെ ലാസ്റ്റ് മൊമെന്റിൽ അതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യത്തില്ല. ഭയങ്കര വിൽ പവറാ എല്ലാ കാര്യത്തിലും. ഇന്ന ദിവസം 3 തവണ ഈ ദിവസം ഈ ആഴ്ച ജിമ്മിൽ പോകുന്ന പറഞ്ഞാൽ എന്ത് വയ്യാതിരുന്നാലും അവൾ ജിമ്മിൽ പോയിരിക്കും. അതൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ ഇതൊക്കെ ക്ലോസ്ലി നോട്ടീസ് ചെയ്യുന്ന സാധനങ്ങളാണ് എന്റെ പാർട്ട്ണറിൽ. ഇറ്റ്സ് വെരി ഗുഡ് തിങ്. ദാറ്റ്സ് അമേസിംഗ്. ഓൺ ദാറ്റ് നോട്ട് ഒരു ചെറിയ കാർഡ് ഗെയിം. ഓക്കേ, ആൻഡ് ദെൻ വി റാപ്പ് അപ്പ്. ഓക്കേ, എന്റെ ഇടയ്ക്കൊന്ന് നമുക്ക് ആരാധിക ഒന്നുകൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യണം. എന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഇത്തവണ എന്റെ അനിയത്തി പറഞ്ഞു, ദയവ് ചെയ്ത് ആ പാട്ടിനി പാടരുത്, കേട്ട് മടുത്തു. എനിക്കൊന്ന് കേൾക്കണം ലൈവായിട്ട്. ചേച്ചി ആ സമയത്ത് പാട്ട് പാടി കരഞ്ഞല്ലോ. കരഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ വീട്ടിലെത്തുമ്പോ
നമ്മളെ കളിയാക്കാൻ പുറത്തുനിന്ന് ഒരു കൂട്ടർ വേണ്ട. വീട്ടിൽ തന്നെ എന്റെ അപ്പൻ, അമ്മ, എന്റെ ചേട്ടൻ, ഇവന്റെ അനിയത്തി, ആന്റി, അങ്കിൾ, ഇത്രയും പേര് മതി. ഫാമിലി മതി. അടിച്ചുറക്കാന്ന് പറയില്ലേ, കളിയാക്കി കളിയാക്കി കൊല്ലുക പറയില്ലേ, അമ്മാതിരി സാധന. ഇവര് പറയായിരുന്നു ആരാധിക എങ്ങാനും അവിടെ ഇവിടെ എങ്ങാനും പ്ലേ ചെയ്യുമ്പോഴേ അയ്യോ ഇനി എങ്ങാനും കരയുമോ എന്നൊക്കെ ചോദിച്ചോളെ. അതോടുകൂടി അല്ല വേറെ ആരും വേണ്ടല്ലോ, ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടല്ലോ. കൊറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര ഓവർവെൽംഡ് ആയിരുന്നു ഒന്നാമത്. പിന്നെ ഈ ആളുകളെ ഈ ക്യാമറ അത് ഇതെല്ലാം കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. ഇതൊക്കെ സംഭവിക്കുന്നു. ഞാൻ നോക്കുമ്പോഴേ ഓൾറെഡി അവിടെ മൊത്തം ക്ലോസ് ഡൗൺ ചെയ്തിട്ട് ആരെ അകത്തോട്ട് കയറ്റാത്ത പോലെ ഒരാളുകൾ നിപ്പുണ്ട്, നമ്മുടെ റിലേറ്റീവ്സ് തന്നെ നിപ്പുണ്ട്. അത് കൂടാതെ ആളകത്ത് കയറിയപ്പോഴത്തേന് അവരിവരും തമ്മിൽ വഴക്ക്. ഞാൻ നോക്കുമ്പോ എന്റെ അപ്പനൊക്കെ നാട്ടുമ്പുറത്തുനിന്നുള്ള ആൾക്കാരാ. ഇവർക്ക് ഇതൊന്നും അറിയത്തൊന്നും ഇല്ല. അപ്പൊ അപ്പനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് എന്റെ ചേട്ടൻ വിളിച്ചിട്ടുണ്ട്, എടി ഇവിടെ ആരാണ്ടൊക്കെ വന്ന് നിപ്പുണ്ടോ ക്യാമറ ഫോണൊക്കെ ആയിട്ട്. ഇതൊക്കെ ആരാ? ഞാൻ നമ്മളോടൊന്നും വന്നൊന്നുമല്ല. ഇങ്ങനെയാണ് കോൺവെർസേഷൻ. പക്ഷെ അപ്പൊ ഐശുവിന്റെ വീട്ടിലാണ് ഞാനും ഇവനും റെഡി ആവുന്നത്. അപ്പൊ ഐശു ഒന്ന് എടി ഇത് മറ്റേ ഓൺലൈൻ മീഡിയ വല്ലതും ആയിരിക്കും. അപ്പൊ നമ്മുടെ കല്യാണം ആർക്കും അറിയത്തൊന്നും ഇല്ലല്ലോ. ആയിരിക്കത്തില്ല. അവിടെ ചെന്നപ്പോ സകലമാന മനുഷ്യരും അവിടെ ഉണ്ട്. അപ്പന്റെ ഒക്കെ കിളി പോയി. നമ്മുടെ തലയിലൊക്കെ ടെൻഷനുണ്ട്. എന്റെ തലയിൽ ആ സമയത്ത് ഓടുന്നതേ നമ്മള് ലിമിറ്റഡ് ക്രൗഡ് ആയിരുന്നു. എത്ര 200 ആൾക്കാരോ 150 ആൾക്കാർ ആ റേഞ്ചിലേ ഉള്ളൂ. നമ്മൾ അത്രയും പേർക്കുള്ള ഭക്ഷണമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എനിക്ക് ടെൻഷനാ, ഇനി ഭക്ഷണം തികഞ്ഞില്ല, ഇവർക്കൊക്കെ ഞാൻ എവിടെ നിന്ന് ഭക്ഷണം കൊടുക്കും, ഞങ്ങൾ എന്തോ ഇതൊക്കെയാണ് ഞാൻ സ്റ്റേജിൽ. അന്നത്തെ ദിവസം മൊത്തം സ്ട്രെസ് അടിച്ചു ഇങ്ങനെയായിരുന്നു. ഭക്ഷണം ഞാൻ ഇവരോട് തിരിഞ്ഞു നോക്കിയപ്പോ ഒരാള് ആരാധിക പാടത്തൊക്കെ made things really easy for us. അതും പറയണമല്ലോ. ഇതിന്റെ ഒരു പോസിറ്റീവ് നോട്ട് ഞാൻ പറഞ്ഞതാ. നമ്മളിപ്പോ ഇത്രയും ഇവര് പബ്ലിക് ആക്കി, ഞങ്ങൾ പബ്ലിക് ആക്കാതെ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു സംഭവമായിരുന്നു, പ്രൈവറ്റ് ആക്കി വെക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് പബ്ലിക് ആയിപ്പോയി. ഒരുപാട് കാര്യങ്ങളിലങ്ങ് എളുപ്പമായി. കാരണം ആൾക്കാർക്ക് ഇവനൊരു ഗ്രീൻ ഫ്ലാഗ് ആന്നുള്ളത് മനസ്സിലായി, ഗ്രീൻ ഫോറസ്റ്റ് ആന്നുള്ളത് മനസ്സിലായി. കുറച്ചും കൂടി എളുപ്പത്തിൽ എല്ലാവരും അറിഞ്ഞു. അതിന് അവിടെ നമ്മളൊന്ന് ടെൻഷൻ അടിച്ച് പോയെങ്കിൽ എന്റെ ടെൻഷൻ മൊത്തം അതിഥിക്ക് എന്തായിരിക്കും, അവനെങ്ങനെ ഫീൽ ആകും. Like he's not used to all this. No, that moment was very beautiful when you held him also. It's really, really nice to watch. പിന്നെ ഞാനും ഓർക്കും ഇവളും നല്ല ബുദ്ധിമുട്ടി. ഞാനും ഒരു പോയിന്റിൽ വിചാരിക്കുമായിരുന്നു ഇനിയും പാർട്ട്ണറിനെ ഒന്നും കിട്ടത്തില്ല, ഇത്രയും പ്രായമായി, നമുക്ക് ആരെയും ഇഷ്ടപ്പെടത്തൊന്നുമില്ല, കുറച്ച് ഒരു ഗ്രംപി ആകുമല്ലോ കുറച്ച് ആളുകളോട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ. പിന്നെ ഇതെല്ലാം കൂടെ വന്ന് കറക്റ്റ് വീണപ്പോ ഇറ്റ് വാസ് എ വെരി ഗുഡ് മൊമെന്റ്. പിന്നെ ആ ലിറിക്സ് നല്ല മീനിങ് ഫുൾ ലിറിക്സ് ആണ്. ഒരു നാൾക്കിനാവ് പൂത്തിടും, അതിൽ നമ്മളൊന്ന് ചേർന്നിടും. ഞാൻ 2-3 ദിവസം മുന്നേ ഇവളത് പറയാൻ, ആ ദേവിയത് ആ പാട്ട് പാടരുത്, പാടിയ പ്രശ്നമാകും. കാരണം എനിക്ക് അത് നമ്മുടെ ലൈഫ് അതുപോലെയാ വന്നുകൊണ്ടിരിക്കുന്നത്. കുറെ ബുദ്ധിമുട്ടി കൂടെ കടന്നുപോയി അവസാനം കല്യാണം കഴിക്കുന്ന പോലെ കുറെ പേരെ കൺവിൻസ് ചെയ്യേണ്ടി വന്നു. ഇല്ല അത് കറക്റ്റ് എല്ലാം കൂടെ വന്നപ്പം പോയി. ആ നോട്ടിലൊരു പാട്ട് പാടേണ്ടതാണ്. നമുക്ക് ആരാധിക പാടണോ അതോ വേറെ വല്ല പാട്ട് പാടണോ? വേറെ പാട്ട് പാടുന്നതായിരിക്കും. വേണ്ട, ആരാധിക വേണ്ട, മടുത്തു. വേറൊരു പ്രശ്നം കൂടെ പറയട്ടെ ഇക്കാര്യത്തില്. ഞാൻ ഇവനെ നീ, ഇവൻ, എടാ എന്നൊക്കെ വിളിക്കുന്നതിൽ കുറെ പേര് എതിർപ്പ് താഴെ സൂചിപ്പിക്കാറുണ്ട്. അതൊരു പ്രശ്നമായിട്ട് കണക്കാക്കരുത്. കാരണം ഞാനവളെ നീ എടീന്നാ വിളിക്കുന്നത്. അത്രഞ്ഞോളൂ. ഏട്ടാ എന്നൊന്നും എനിക്ക് വിളിക്കാനൊന്നും പറ്റത്തില്ല. ടെക്നിക്കലി ഏട്ടനും അല്ലല്ലോ. 6 മാസം മൂത്ത യുനോ. ഓക്കെ, നടക്കട്ടെ. താമസിക്കാൻ തീർത്തു ഞാൻ രാസകേളി മന്ദിരം, ഓമലേ ഞാൻ കാത്തു നിൽപ്പു നിന്നെ വരവേൽക്കാൻ. എവിടെ നിൻ പല്ലവി, എവിടെ ഒന്നു ചേരാൻ മാറോട് ചേർക്കാൻ എന്തൊരുന്മാദം. പിന്നിലാവിൻ പൂവിടന്നു പൊൻവസന്തം നോക്കി നിന്നു ശാരദേന്ദുമുഖി
പ്രേമ സായുജ്യം. Okay? ഇത് നിങ്ങളൊരു കാര്യം ചെയ്യും, എഞ്ചിനീയറിംഗ് ഒക്കെ വിടുക, നിങ്ങൾ ഒന്നിച്ചങ്ങ് ടൂർ ചെയ്താൽ മതി. അപ്പൊ പിന്നെ ഈ 5 ദിവസം വീട്ടിലില്ല, 4 ദിവസം ഈ കണക്കൊന്നും ഇല്ലല്ലോ. പോരുന്നു ഞങ്ങളുടെ കൂടെ. പക്ഷെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, വർക്ക് ഇഷ്ടം. അങ്ങനെ ജോന്റെ ജോലി ഇഷ്ടം. ഓക്കെ. എന്തായിരുന്നു അതില്? ഇത് ഒളിപ്പിക്കാനൊന്നുമില്ല, വായിച്ചാൽ മതി. റിമൂവ് ദ സൂപ്പർഫിഷ്യൽ. Remove the superficial. What is it that you have removed from your life? ആഫ്റ്റർ മാരേജ് അല്ലേ മാറ്റിയത്? After marriage or in your life in general? After marriage പറഞ്ഞോളൂ. ആഫ്റ്റർ മെയിൻ ആയിട്ട് ലേസിനെസ് ഒഴിവാക്കി. Thanks. കാരണം പണി എടുപ്പിക്കുന്ന അർത്ഥം. ലേസിനെസ് കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. ചില ദിവസങ്ങളിൽ ഞാൻ ഒന്നും ചെയ്യാതെ ഫുഡ് പോലും കഴിക്കാതെ ചുമ്മാ ഇരിക്കുമായിരുന്നു. അത് പറ്റില്ല, കാരണം അതില്ല. റുട്ടീൻ, ആ വീട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ ഒരു പെന്തപ്പാടിലാണ്. ഓക്കെ. ഞാൻ റുട്ടീൻ പേഴ്സണാ. അപ്പൊ പിന്നെ നല്ല വൃത്തിയായിട്ട് വെക്കുള്ളൂ വീട്. അപ്പൊ എനിക്കും ലേസി ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര കുറ്റബോധം വെക്കും. അങ്ങനെയൊക്കെ ഇട്ട എങ്ങനെയാ പ്രോപ്പറായിട്ട് ചെയ്യണ്ടേ, എല്ലാം വെക്കണ്ടേ ഒക്കെ. ഈവൻ നമ്മുടെ പേരൻസ്, എന്റെ അച്ഛനും അമ്മയും വന്ന് പറയും നിങ്ങളുടെ വീട് ഭയങ്കര വൃത്തിയാ. അപ്പൊ അവര് വരുമ്പോ അവരെല്ലാം വൃത്തിയായിട്ടൊക്കെ വെക്കും. എന്റെ വൃത്തി OCD പ്രമാണിച്ചല്ല, എന്റെ വൃത്തി കൂടുതലിന്റെ പ്രശ്നമാണ്. എനിക്ക് OCD തോട്ട്സും അങ്ങനെയാണ്. കമ്പൽസീവ് ആക്ഷൻസ് ഇല്ലേ, ബിഹേവിയേഴ്സ് ഇല്ലേ? ചിലത് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മളത് എക്സ്പോഷർ റെസ്പോൺസ് തെറപ്പി വെച്ചിട്ട് കുറെ സാധനങ്ങൾ റിവേഴ്സ് ചെയ്തു. Okay, exposure response therapy. I have not heard of that. ഇപ്പൊ അതിൽ ആൻസൈറ്റിയിലും ചെയ്യുന്ന സംഭവമാണ്. നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സ്പോഷർ കൊടുക്കുമ്പോൾ ആൻഷ്യസ് ആവുന്ന സാധനങ്ങൾ നമുക്ക് അറിയാം, ഇന്ന സാധനങ്ങൾ. അപ്പൊ അത് കൊടുക്കും. എന്നിട്ട് അതിനെ ചെറിയ ഡോസിൽ. Oh, that is tough. Yeah, it's very tough. Okay. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പം നമ്മുടെ മെൻസ് ഹോസ്റ്റലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. മെൻസ് ഹോസ്റ്റൽ ഭയങ്കര ഡേർട്ടി ആയിരിക്കും. ഉള്ളിൽ ഇങ്ങനെ ഡ്രസ്സും അതും ഇതൊക്കെ കിടക്കും. പിന്നെ എല്ലാ ബെഡും കൂടെ ഒരുമിച്ചിട്ടിട്ട് എല്ലാ പിള്ളേരും അതിനകത്തായിരിക്കും കിടക്കുന്നത്. അങ്ങനെയാണ് അത്. ഏത് വലിയ NIT ആണേലും എന്താണേലും അങ്ങനെ. അപ്പം ഒരു 5 ദിവസത്തെ ഡ്രസ് എല്ലാം ഇങ്ങനെ ഹാങ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ആരുടെ ഷർട്ട് ആരിടുന്നു എന്നൊന്നും അറിയത്തില്ല. ആരൊക്കെയോ പോകുന്നു. എന്റെ പുതിയ ഷർട്ടൊക്കെ ഇങ്ങനെ പോകുന്ന എനിക്ക് കാണാം അവിടെ കൂടെ. അപ്പം അതൊന്നും ഇവൾക്ക് ഒട്ടും തന്നെ പറ്റത്തില്ലായിരുന്നു. പക്ഷെ പയ്യെ അതിന്റെ ഒരു എക്സ്പോഷർ കൊടുത്ത് ഷീ ഈസ് ഓക്കെ വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ്. ഇങ്ങനെ എക്സ്പോഷർ തന്നെന്നാ പറയാ. അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇവനല്ല, അതിന് എനിക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എന്റെ ബാൻഡ്മേറ്റ്സ് ആണ്. അവരെന്റെ ഫ്ലാറ്റിൽ വന്ന് താമസം. അപ്പോഴാണ് നമുക്ക് ഇതിന്റെയൊക്കെ ഒരു എപ്പോഴം വരെ ഇത് പോകും എന്നുള്ള. അത് ബോയ്സ് ഹോസ്റ്റൽ പോലെ ആക്കും ആ ഒരു മുറി. അപ്പൊ അവിടെ നിന്നാണ് എനിക്കൊരു പോയിന്റ് എത്തിയപ്പോ ഞാനിത് വൃത്തിയാക്കി എനിക്ക് ഒരു പോയിന്റ് എത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് നടപടി ആവില്ലെന്ന്. കാരണം എനിക്ക് നേരമില്ല. വെളുപ്പാങ്കാലത്ത് വരുന്ന ഞാൻ ഇതും കൂടെ ചെയ്യേണ്ട അവസ്ഥ. അപ്പൊ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ വിശ്രമവേളകൾ ഞാൻ ആനന്ദകരമാക്കുന്ന വൃത്തിയാക്കി. അപ്പൊ ഇതാണ് എക്സ്പോഷർ റെസ്പോൺസ് തെറപ്പി. തെറപ്പിസ്റ്റിന്റെ മുന്നിലാണ് ഇത് ചെയ്ത് തുടങ്ങേണ്ടത്. അത് കഴിഞ്ഞിട്ടേ നമ്മളെ ഒറ്റയ്ക്കുള്ള സാഹചര്യത്തിലേക്ക് അവർ ട്രെയിൻ ചെയ്തിട്ടേ വിടത്തുള്ളൂ. അല്ലാതെ ഇതിനിപ്പോ തമാശക്ക് പറഞ്ഞത് അവർ എക്സ്പോഷർ അല്ലാതെ തരും. ഇപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ ഹാഡ് എ തിങ് കോൾഡ്, എനിക്ക് ഹെൽത്ത് ആങ്സൈറ്റി ഉണ്ട്. എന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു ഇപ്പൊ സപ്പോസ് നമ്മള് ഫ്രഞ്ച് ടോസ്റ്റില് ഞാനും എന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ പോയി. അന്ന് എനിക്ക് വൈറൽ ഫീവർ പിടിച്ചു. പിന്നെ എനിക്ക് ഈ ഫ്രഞ്ച് ടോസ്റ്റ് പോയാ എനിക്ക് വൈറൽ ഫീവർ പിടിക്കും. ഇങ്ങനെ എന്റെ തോട്ട് അതിങ്ങനെ സ്പൈറൽ ചെയ്തോണ്ടേ ഇരിക്കും. അതിനകത്ത് ഇറങ്ങാൻ എനിക്ക് എന്ത് ചെയ്താ പറ്റത്തില്ല. അപ്പൊ ഈ അടുത്ത ആഴ്ച ആരെങ്കിലും വീണ്ടും ഫ്രഞ്ച് ടോസ്റ്റിൽ പോകാൻ വിളിച്ചാൽ എനിക്കിത് പറ്റത്തില്ല. അത് തീരെ പറ്റത്തില്ല എനിക്ക്. അപ്പൊ ഞാൻ എന്നിട്ട് ഒരു തവണ ഇവരെല്ലാം കൂടെ പറഞ്ഞതല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ തല്ലിക്കുട്ടി എന്നെ തന്നെ ഉന്തി തള്ളി ഞാൻ കൊണ്ടുപോയി. അതിന്റെ പിറ്റേ ദിവസം ഭയങ്കര ഇഷ്ടമാണ് ഫ്രഞ്ച് ടോസ്റ്റിൽ പോകാനായിട്ട്. അപ്പൊ ഇത് ഞാൻ തെറപ്പിയിൽ അഡ്രസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഇവരെന്നെ കറക്റ്റ് ആയിട്ട് അവിടെ വിട്ടു. വേണമെങ്കിൽ പുള്ളിക്കാരി വരികയും ചെയ്യും എന്റെ കൂടെ. പോയി 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 തന്നെ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത് റിമൂവ് ചെയ്യണം. യെസ്.
ഈ OCD ഡയഗ്നോസ് ചെയ്തപ്പോൾ അഞ്ജുവിന്റെ ഉള്ളിൽ എന്തായിരുന്നു ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു? എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടിയത് എന്ന് വെച്ചാൽ വൈ ആം ഐ ഡൂയിങ് തിങ്സ് ഇങ്ങനെ, ഞാൻ എന്താ ഇങ്ങനെ എന്നുള്ളത് എനിക്കൊരു വലിയ ചോദ്യമായിരുന്നു. സോ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ എനിക്ക് നമ്പേഴ്സിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ 3 ആണ് എൻ്റെ നമ്പർ. ഇപ്പൊ അങ്ങനെ ഒബ്സഷൻ ഉള്ള കുറെ പേരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്റെ കാര്യത്തിൽ ഇപ്പൊ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ നടത്തില്ല, ഗാർഗിൾ എന്ന് ഞാൻ പറയത്തില്ലേ, 3 പ്രാവശ്യം ഗാർഗിൾ ചെയ്യും. എല്ലാ ദിവസവും ഞാൻ ഗാർഗിൾ ചെയ്യും. 3 പ്രാവശ്യം ഗാർഗിൾ ചെയ്യും. 3 സ്പൂൺ ഉപ്പ്, അത് 3 വലിയ സ്പൂൺ അല്ല, അതെനിക്ക് അറിയാം, അതിന്റെ അളവിന് ഞാൻ 3 സ്പൂൺ 3 ഇടണം. 3 ഇട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, എന്തെങ്കിലും അപകടം പറ്റും. അവിടാണ് ഇതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. അതർവൈസ് ഇറ്റ്സ് ജസ്റ്റ് എന്താ പറയാ നോർമൽ കാര്യം. നോർമൽ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക്, നോർമൽ അബ്നോർമൽ എന്നൊരു വാക്ക് പോലും ഉപയോഗിക്കാമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ ആലോചിച്ച് അസുഖം വരും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അപകടം വരും. എൻ്റെ ഇതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ എന്തോ നടന്ന ദിവസം ഞാൻ എന്തോ ഒരു മരണവാർത്തയോ അങ്ങനെ എന്തോ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഞാനിത് ചെയ്തില്ലെങ്കിൽ ചുറ്റുമുള്ളവർ മരിച്ചു പോകും, അങ്ങനത്തെ തോട്ടാണ്. സോ അവിടാണ് ദിസ് ബിക്കംസ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, OCD ആകുന്നത്. അതർവൈസ് വൃത്തിയാക്കുന്നതിന് ആൾക്കാർ എല്ലാവരും കളിയാക്കും ഇത് OCD ആണ്. അത് വെറും തെറ്റായിട്ടുള്ള ധാരണ. വൃത്തി കൂടുതലും കൊണ്ടും ചെയ്യാം. ഐ ഹവ് റിവേഴ്സ്ഡ് OCD, മാനേജബിൾ കണ്ടീഷൻ. റിവേഴ്സ്ഡ് എന്ന് പറയാൻ അറിയില്ല, മാനേജബിൾ ആക്കി. ബട്ട് സ്റ്റിൽ ഐ ക്ലീൻ. സോ അത് ഞാൻ എന്റെ ക്ലീനിങ് ഒരു സമയത്ത് വല്ലാതെ കൂടിയപ്പോൾ ഐ വെന്റ് ബാക്ക് ടു മൈ തെറപ്പിസ്റ്റ് ആൻഡ് ആസ്ക്ഡ്, ഇത് എനിക്ക് വീണ്ടും ഇത് ഒരു ഒബ്സഷൻ. അപ്പൊ അവർ അപ്പൊ തന്നെ പറഞ്ഞു, പിന്നെ ഇത് ഒബ്സഷനും കുന്തമൊന്നും അല്ല, ഓട്ടിക്കോളാൻ പറഞ്ഞു. ഇതൊന്നല്ല, ഇത് അഞ്ചൊരു ബേസിക്കലി ഇച്ചിരി വൃത്തി കൂടുതലാണ്, 5 വൃത്തിയാക്കും, അത്രേ ഉള്ളൂ. ആൻഡ് യു ക്യാൻ ടേക്ക് എ ടെസ്റ്റ്. അവര് ടെസ്റ്റ് എടുക്കും. ടെസ്റ്റ് എടുത്ത് അതൊരു റിട്ടേൺ ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റ് എടുത്ത് അതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഷീ വിൽ ഓൾസോ ബി വിത്ത് us. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കും, എത്ര എന്ത് അങ്ങനെ ഇങ്ങനെ 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 എന്നൊക്കെ നമുക്ക് സിനാരിയോസ് തന്നിട്ട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടാണ് ദേ വിൽ കം ടു എ കൺക്ലൂഷൻ ദാറ്റ് ഇറ്റ് ഈസ് OCD അല്ലെങ്കിൽ ഇറ്റ് ഈസ് OCPD. അതർവൈസ് നമ്മൾ വെറുതെ യൂസ് ചെയ്യേണ്ട ഒരു ടേം അല്ല OCD ഓർ OCPD അല്ലേ. ഇറ്റ് ഹാസ് ടു ബി പ്രോപ്പർലി ക്ലിനിക്കലി ഡയഗ്നോസ്ഡ്. ആൻഡ് അത്രയും ലൈറ്റ്ലി എടുക്കേണ്ട ഒരു ഡിസോർഡറും അല്ല, ബിക്കോസ് അത് നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട്. ടാക്കിൾ ഇറ്റ് ഡിഫറെന്റ്ലി. ഇത് ഐ ഗെസ് യെസ് OCD കാര്യത്തിൽ ഓഫ് കോഴ്സ്. ഇസ് ദെയർ എനിത്തിങ് എൽസ് ദാറ്റ് യു ഹാവ് ടാക്കിൾഡ് ഡിഫറെന്റ്ലി? മേ ബി ലൈക്ക് ആങ്സൈറ്റി. I have general anxiety disorder. No, I had general anxiety disorder. Now it's not a disorder. I have also made it manageable. So OCD and anxiety stays very close to each other അല്ലേ. ഇതിൽ എന്തായിരുന്നു വ്യത്യാസം? എന്താണ് ഇപ്പോൾ ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ? ജനറൽ ആങ്സൈറ്റി ഡിസോർഡറിൽ ഈ OCD കൂടെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് രണ്ടും കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, യു ഹാവ് ആൻ ആങ്ഷ്യസ് തോട്ട്. ഒരു സിറ്റുവേഷൻ നടക്കുന്നു, ഒരു ആങ്ഷ്യസ് തോട്ട് നമ്മുടെ തലയിൽ, ഒരു ഓട്ടോമാറ്റിക് തോട്ട് നമ്മുടെ തലയിൽ വരുന്നു. ഈ തോട്ട് ഇവിടെ കിടന്ന് സ്പൈറൽ ചെയ്തുകൊണ്ടേയിരിക്കും. വെൻ യു ഹാവ് കമ്പൾഷൻ, ആ ഒരു ഒബ്സഷൻ ഉണ്ട് ആ സാധനം. സോ ഇറ്റ് നെവർ ഗോസ് അവേ. ഓക്കെ. അപ്പോൾ എനിക്ക് ദിവസങ്ങളോളം ഞാൻ ഒരേ തോട്ടിൽ ഇരുന്നിട്ടുണ്ട്. ഐ കനോട്ട് കം ഔട്ട് ഓഫ് ദാറ്റ്. സോ ഓൺലി തിങ് വാട്ട് ഐ യൂസ് ടു ഡു, ആ സമയത്ത് എനിക്ക് നെറ്റ്ഫ്ലിക്സിൽ സീരീസ്, തമാശ സീരീസ് കാണുന്നത് എനിക്ക് ഓക്കെയാണ്. അപ്പൊ അത് കണ്ട് ഞാൻ എന്നെ ഡിസ്ട്രാക്ട് ചെയ്യും. ദെൻ ഐ റിയലൈസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് തിങ് ടു ഡു. ഐ സ്റ്റിൽ ഡു ദാറ്റ്, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് തിങ് ടു ഡു. ഇതൊക്കെ ഒരു സൈക്കോളജിസ്റ്റ് പറയേണ്ട കാര്യമാണ്. പക്ഷെ ദർ ആർ തിങ്സ് ദാറ്റ് വി കൻ ഡു. ജേർണൽ ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ആ ജേർണൽ ചെയ്യുന്നത് ഒരു പേർജിങ് ആണ് അല്ലേ. അതിനൊരു രീതിയുണ്ട്. ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ജേർണൽ ചെയ്യുന്നതിന്റെ ഒരു രീതിയുണ്ട്. അത് ഇറ്റ്സ് കോൾഡ് CBT എന്നാണ് തെറപ്പിക്ക് പറയുന്നത്. യെസ്, CBT ആണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ കുറച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതായിട്ട് പറയുന്നത്. സോ മൈ തെറപ്പിസ്റ്റ് ആക്ച്വലി സെൻഡ് മീ ടു ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ടു ലേൺ ദിസ്. ഓക്കെ. CBT പഠിക്കാൻ തന്നെ വിട്ടു. സോ പുള്ളിക്കാരി എന്നെ ചെയ്യിപ്പിച്ചിരുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് ഇറ്റ് മേക്സ് സെൻസ് ഇപ്പോൾ. അപ്പൊ ഈ ജേർണൽ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒരിക്കൽ എന്നോട് എൻ്റെ തെറപ്പിസ്റ്റ് ജേർണൽ ആയിട്ട് ചെല്ലാൻ പറഞ്ഞു. എഴുതിയ ജേർണലായിട്ട് ചെന്നു. ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഇന്നിങ്ങനെ നടന്നു, അന്നങ്ങനെ നടന്നു, അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ പറ്റി, ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ നടന്നാലെന്തോ, ഞാൻ ഈ ദിവസം ടാക്കിൾ ചെയ്തില്ലേ, സോ യു ആർ ടു ഗുഡ്. ഇതാണ് എൻ്റെ ജേർണൽ. ഇങ്ങനല്ല ജേർണൽ ചെയ്യേണ്ടത്. നമുക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, പക്ഷെ ഇത് നിങ്ങൾ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ അല്ലെ തെറപ്പിസ്റ്റുമായിട്ട് ഇരുന്നിട്ടേ ഇത് തുടങ്ങാൻ പാടുള്ളൂ. ഒരു തോട്ട് ഉണ്ടായി, ഒരു സിറ്റുവേഷൻ നടന്നു, ഒരു ഓട്ടോമാറ്റിക് തോട്ട് നടന്നു.
ഇപ്പൊ അല്ലെ ഞാനിതില് നമ്മളിപ്പോ ഇങ്ങനെ പാസ് ചെയ്തു, ചേച്ചി എന്നെ കണ്ടപ്പോൾ ചിരിച്ചില്ല. അപ്പൊ ആങ്ഷ്യസ് ആയിട്ടുള്ള എൻ്റെ തല എന്നോട് പറയും, അല്ല എൻ്റെ ഓട്ടോമാറ്റിക് തോട്ടാ, ദൈവമേ ധന്യ ചേച്ചിക്ക് എന്നോട് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, ഞാൻ ഇന്നലെ എന്തായിരിക്കും പുള്ളിക്കാരോട് ചെയ്തത്, ഞാൻ അവരെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തത് കൊണ്ടാണ്, ഇനി ഞാൻ മെസ്സേജിന് വലിയ റിപ്ലൈ കൊടുക്കാതിരുന്നു, എന്നാലും അവർക്ക് എന്തായിരിക്കും എന്നോട് പ്രശ്നം, ഞാൻ ഇനി എന്താ ചെയ്തത്. ഇതാണ് എൻ്റെ തലയിൽ കൂടെ പോകുന്ന ഓട്ടോമാറ്റിക് തോട്ട് എന്ന് പറയുന്നത്. ഇതിന് ഫാക്റ്റ് ആണോ ഇതൊരു അസംഷൻ ആണോ എന്ന് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഫാക്റ്റ് ആണോ അസംഷൻ ആണോ എന്നുള്ളത് ഇതിന് രണ്ടിനും എവിഡൻസ് കൊടുക്കണം. യു ഹാവ് ടു സിറ്റ് ഡൗൺ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഫാക്റ്റ് ആണോ അസംഷൻ ആണോ? ഫാക്റ്റ് ആണെങ്കിൽ യു ഗിവ് എൻ എവിഡൻസ്. സോ അപ്പം ഞാൻ ചേച്ചിയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഓർക്കാം, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും പുള്ളിക്കാർക്ക് മെസ്സേജ് അയച്ചിട്ടില്ല, ഞാൻ അവരോട് മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. സോ ദ എവിഡൻസ് ഈസ്, അപ്പൊ അസംഷൻ ആണെങ്കിൽ അപ്പൊ അത് അസംഷൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. Then you come to a conclusion that it is just an anxious thought. ഇങ്ങനെയാണിത്. So much work, my God. Hats off to you, girl. Thank you. It's not easy. It's not easy to, എന്താ പറയുക, ഇപ്പൊ എനിക്കിത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ ഞാനിത് ഇങ്ങനെ ഇത് ചെയ്യും. ഞാൻ ഇവന്റെ കൂടെ ഇപ്പൊ ചിലപ്പോൾ എഴുതാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഇവനോട് പറയും, എടാ എനിക്കൊരു ആങ്ഷ്യസ് തോട്ട് വരുന്നുണ്ട്, സോ നമുക്കിത് ഫാക്റ്റ് ആണോ അസംഷൻ ആണോ എന്ന് നമുക്ക് നോക്കാം. ഫാക്റ്റ് ആണോ അസംഷൻ ആണോ എന്ന് നോക്കുന്നു. ഐ കെയിം ടു ഒരു എവിഡൻസ് എടുക്കുന്നു, came to a conclusion that it is just an anxious thought. ഇതിന് പ്രത്യേകിച്ച് എവിഡൻസ് കാരണമൊന്നുമില്ല. പിന്നെ വേറൊരു എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ആങ്സൈറ്റി ഡിസോർഡർ ഇല്ലാത്ത ഒരാൾ പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾ തോന്നും, ഇതെന്താണ് ഇങ്ങനെയൊക്കെ ഓവർ തിങ്ക് ചെയ്യുന്നത്, ഇത്രയൊക്കെ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയും തിങ്ക് ചെയ്യാമല്ലോ. ബട്ട് കുറച്ചാണ്ട് ജീവിച്ചു കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകും, ഇറ്റ്സ് ലൈക്ക് പാർട്ട് ഓഫ് ദെയർ തിങ്കിങ് സ്റ്റൈൽ. അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ഇപ്പൊ നമുക്ക് പനി സപ്പോർട്ടീവായിട്ട് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ. അപ്പൊ പനി വരുന്നതോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നതോ ആരുടെയും കുറ്റം കൊണ്ടല്ലോ, വന്ന കാര്യത്തിന്റെ ബാക്കി നോക്കാനല്ലേ നമുക്ക്. അപ്പൊ എനിക്കറിയാം, ചെറുതായിട്ട് തൊണ്ടയിൽ ഇങ്ങനെ ചെറുതായിട്ട് ചൊറിഞ്ഞ് വരുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എനിക്ക് നാളെ എന്തായാലും ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്, നാളെ ഷോ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് എനിക്ക് തൊണ്ടയ്ക്ക് വേദന വരില്ല, നീ എന്നെ വേണമെങ്കിൽ ഞാൻ നമുക്കൊരു ബെറ്റ് വെക്കാം എന്ന് പറയും. അങ്ങനെ വരില്ല. ആൻസൈറ്റി ഉള്ളവരുടെ മേജർ പ്രശ്നം റീഅഷുറൻസ് വേണ്ടി പോകും. അപ്പൊ ഈ റീഅഷുറൻസിന് നമ്മൾ ആരുടെ അടുത്ത് പോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആ. മറ്റൊരു ആങ്ഷ്യസ് ആളുടെ അടുത്ത് എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഇരുന്നില്ലാത്തും. ഇവൻ ആങ്ഷ്യസ് ട്രീറ്റ് ഇല്ലാത്ത ആളായതുകൊണ്ട് ഇവൻ കൃത്യമായിട്ട് പറയും, അല്ല ഇങ്ങനെയല്ല. ഇപ്പൊ ഒരു ഷോന്റെ അന്ന് രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ സൗണ്ട് മൊത്തം അടഞ്ഞു പോയി, ഇന്നത് പാടാൻ പറ്റും തോന്നില്ല, എന്നിട്ട് ഓഫായിട്ട് ഇരിക്കുക, കരയണം. സ്റ്റേജിലോട്ട് കേറുമ്പോ മറ്റേ ബാധ കേറുന്ന പോലെ 2 hours അവിടെ തകർത്തു വാരി. ഞാൻ വീഡിയോ കാണിച്ചു തന്നില്ല, ഞാൻ നേരിട്ട് കാണുന്ന വെറുതെ. ഒരു ചോദ്യം കൂടി എടുത്ത് നിങ്ങൾ രണ്ടുപേരുടെ ഉത്തരം എടുത്തിട്ട് അപ്പൊ ആദ്യത്തെ എടുക്കൂ, എന്നിട്ട് ദിസ് ഈസ് ആൻ ആൻസർ ഫോർ ബോത്ത് ഓഫ് യു. എന്താണ് അതില്? നോ വേ ജോസ്. നോ വേ ഹോസി. എന്താണ് ഇത്? എന്തായാലും ഞാൻ ചെയ്യൂല, ഈ 5 പറഞ്ഞാലും ഞാൻ ചെയ്യൂല. എന്നെ കൊണ്ട് എല്ലാം സാധിക്കൂടാ. ഇല്ല, ചിലവൊന്നും പറ്റത്തില്ല. വെജിറ്റേറിയൻ ആവാൻ പറ്റത്തില്ല, ഒരിക്കലും ഇല്ല. വെജിറ്റേറിയൻ ആവാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് എന്റെ റുട്ടീനിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അത് ഞാൻ വിട്ടുപോ. ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യുന്ന റൂട്ടീൻ എന്താ? ഞാൻ പറഞ്ഞുതരാം. രാത്രി 2 മണിയാവുമ്പോ ഷോ കഴിഞ്ഞിട്ട് വരും. അവൾക്ക് അപ്പൊ എല്ലാം അൺപാക്ക് ചെയ്ത് എല്ലാം തിരിച്ചു വെച്ച് പെട്ടിയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം അപ്പൊ ചെയ്യണം. അപ്പൊ രാത്രി കുളിച്ചിട്ട് ഉറങ്ങാനല്ല നോക്കുന്നത്, അപ്പൊ ഫുൾ ക്ലീൻ ചെയ്യണം. അപ്പൊ പിന്നെ ഞാനും ക്ലീൻ ചെയ്യണം. പരിപാടിക്ക് വരുമ്പോ പരിപാടി കഴിഞ്ഞിട്ട് രാത്രി അല്ല, നീ ഞാനും എവിടെയും പോയിട്ട് ഇല്ല, അതൊന്നും ചെയ്യത്തില്ല. ഞാനും അങ്ങോട്ട് ചെയ്യത്തില്ല. ഉറങ്ങുന്ന മാക്സിമം നമ്മൾ ആ റൂമിലെ വാഷ്റൂം ഒക്കെ ഉപയോഗിക്കുന്നൊക്കെ മിണ്ടാതെ ഉരിയാടാതെ കാരണം ഉറക്കം പലപ്പോഴും കിട്ടുന്നതാണല്ലോ. ഇതിപ്പോ ഞാനും ഇവളും കൂടെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ടയേർഡ് ആയിരിക്കും, ഉറങ്ങണം. പക്ഷെ പാക്ക് ചെയ്യും, അല്ല അൺപാക്ക് ചെയ്യണം, ക്ലീൻ ചെയ്യണം. പെട്ടിയിലോ എന്തോരം ബാക്ടീരിയ ആയിരിക്കും പെട്ടിയിലൊക്കെ. എനിക്ക് അടുത്ത ദിവസം വരെ പോസ്റ്റ്പോൺ ചെയ്യാം, അന്ന് രാത്രി എന്നെ കൊണ്ട് എന്തായാലും പറ്റൂല. ചത്തിട്ട് വന്നാലും ചെയ്തിരിക്കും. എത്ര ബുദ്ധിമുട്ടിരിക്കുകയാണെങ്കിലും രാത്രി കിടക്കുന്നതിന് മുന്നേ ഗാർഗിളിങ് ചെയ്യും, സ്റ്റീമും ചെയ്യും. അത് 3 വശത്ത് ഇല്ല, ഇപ്പൊ ഗാർഗിൾ മാറ്റി 2 എണ്ണം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ റൂട്ടീൻസും ഈ എന്താ പറയാ അൺപാക്കിങ്ങും ഈ ബിസി ലൈഫും ഈ സ്നേഹവും ഈ സന്തോഷം ഈ പരസ്പരം നിങ്ങൾക്കുള്ള
അടുപ്പവും സന്തോഷം എന്ന് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ബോത്ത്. താങ്ക് യു ചേച്ചി. പക്ഷെ ഐ വുഡ് ലൈക്ക് ടു സേ സംതിങ്. ഇതിനകത്ത് നമ്മൾ രണ്ടുപേരും ഒരിക്കലും ചെയ്യത്തില്ലാത്തൊരു സാധനം. വി വോണ്ട് ചീറ്റ് ഇൻ എ റിലേഷൻഷിപ്പ്. വിൽ നെവർ ചീറ്റ് ഇൻ എ റിലേഷൻഷിപ്പ്. പറയടാ. അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാൻ ഇറങ്ങി പോവാ, അല്ലാതെ മറ്റേ ബാക്കിൽ നിന്നുള്ള പരിപാടിയില്ല. ഇല്ല. If you want to start an affair, speak about that, discuss and then go out. അത്രേ ഉള്ളൂ. ഇതിനകത്ത് നിന്നിട്ടുള്ള ഒരു പരിപാടി ഒരു പരിപാടിയില്ല. Cheating is a deal breaker. യെസ്. Any other deal breakers? എനിക്ക് എൻ്റെ ഭയങ്കര ഒരു മെയിൻ സംഭവമാണ് ടു ബി കൈൻഡ് ഫോർ നോ റീസൺ. അപ്പം ഞാൻ ഇവളിൽ കണ്ട ഒരു സംഭവം അതാ, പലപ്പോഴും റാൻഡംലി ഇവൾ കൈൻഡ് ആയിരിക്കും, ഭയങ്കര എമ്പത്തറ്റിക്കാ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇവളെടുത്ത് വന്നാൽ ഇവളങ്ങ് അവരുടെ ഏറ്റെടുത്ത് അവരുടെ കൂടെ അങ്ങ് പോകും. അപ്പൊ ഞാൻ ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. സോ അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. എത്ര ടൈം എടുത്തു, അത് ഭയങ്കര തിരക്കിനകത്തൊക്കെ പുള്ളിക്കാരി നിൽക്കുവാണെങ്കിലും ആ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ പോയി അവരുടെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് തിരിച്ചു വരും. ഇവരുടെ ഇല്ലേ, ഞാൻ പറയാം, ഇതിപ്പോ കട്ട് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ വന്നപ്പോ തൊട്ട് ഇങ്ങ് വരെ ഇപ്പൊ ഞാൻ ഉണ്ടേലും ഇല്ലേലും ഇവർ തമ്മിലുള്ള സംസാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ വെച്ചാൽ ഒരു ഭാര്യ ഭർത്താവിന് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ, വന്ന നിമിഷം തൊട്ട് തുടങ്ങിയതാ. സോ ലെറ്റ് ദീസ് conversations go on and spill over to all your lives, throughout your lives, and stay happy. Anju, love you. Bye. Thank you. Thank you so much. Thank you so much, Aditya, for coming. Thank you. Thank you.